ഇപ്പോഴും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ആ ഒരു നമ്മളിലേക്ക് വന്ന ചൈതന്യം അത് എപ്പോഴും ആ ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതെ അതെ. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു കിട്ടിയ ദൈവചൈതന്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുണ്ടെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇനി കീമോ ഡേയ്സില് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ. നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയി കുറെ ദിവസം അവിടെ ആണല്ലോ. അങ്ങനെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീമോ ഫ്രണ്ട് ആരാണ്? ഈവൻ സിദ്ധാർത്ഥ് ശിവ വാസ് യുവർ കീമോ മേറ്റ് അല്ലേ? അതെ അതെ. സിദ്ധാർത്ഥ് ശിവയും ഞാൻ ഒരേ സമയത്തായിരുന്നു കീമോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഈ വരുന്ന സമയത്ത് കീമോ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോളേജ്, എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും, ഭയങ്കര ബഹളവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശയും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത റൂമിൽ ജയ്മോൾ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആൾക്കൊക്കെ ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു കേസായിരുന്നു. പക്ഷേ അത് അവർ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ ചേച്ചിയുടെ ഷിയർ വില്ലുകൊണ്ടാണ് ആൾ തിരിച്ചു വന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ചേച്ചി 2 കൊച്ചു മക്കളുള്ളപ്പോഴാണ് ആൾക്ക് അത് വന്നത്. പിന്നെ ആ സമയം നമുക്ക് ബേസിക്കലി ഈ കീമോമേറ്റ്സ് നേക്കാൾ കൂടുതൽ ഇത് കഴിഞ്ഞ് സർവൈവ് ചെയ്തിട്ട് നമുക്ക് പിന്നെയും നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും ക്യാൻസർ വന്ന് അത് ചെയ്യണം എന്ന് ഉള്ളത് മാത്രമല്ല, ക്യാൻസർ വന്ന് മരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള തിരിച്ചറിവും ഉണ്ട്. അല്ല, ക്യാൻസർ വരാന്ന് 19 വർഷം മുമ്പ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു നമ്മൾ എന്തായാലും മരിക്കും എന്നുള്ളൊരു അസുഖമാണ് അല്ലേ? ഇപ്പോഴത്തെ പോലെ അല്ല, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പറയാണ്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ മരിക്കുന്നു ഒരുപക്ഷെ അല്ലെ, നമ്മൾ ഇപ്രാവശ്യം കീമോയ്ക്ക് വന്നവരെ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ കണ്ടെന്ന പോലെ വരത്തില്ല. അങ്ങനെയൊക്കെ മരണങ്ങൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊക്കെ ഒരു നെഗറ്റീവ് ഫേസ് ആയിട്ട് നമ്മുടെ തലയിൽ വരില്ലേ? അല്ല, ഈ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മളെ മുന്നോട്ട് നയിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ അധികം സ്വാധീനിക്കപ്പെടാൻ നമ്മൾ സമ്മതിക്കാറില്ല. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ. ഞാൻ അവരെ ഒന്നും അകത്തോട്ട് കയറ്റാറില്ല. ഇല്ല ഇല്ല ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശനമില്ല എന്നുള്ളതാണ്. അന്യർക്ക് പ്രവേശനമില്ല. ഇല്ല ഇല്ല ഇല്ല. അതിനുശേഷം സാറ് ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലേ? ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ വന്ന ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പക്ഷേ ഡോക്ടർ വി പി ഗംഗാധരനായിരിക്കാം, ചുറ്റിനുള്ള ബാക്കിയുള്ളവരായിരിക്കാം. സാറിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും അറിയാമോ? എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് 1 കോടിയിലെ 2 ക്ലിപ്പിങ്സ് ആണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അതിലൊന്ന് ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലിപ്പിംഗ് ആണ്. ഒരു 1 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിസർച്ച് അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒരൊറ്റ ചോദ്യമാണ്: വാട്ട് മേക്സ് എ പേഴ്സൺ ഹാപ്പി ആൻഡ് ഹെൽത്തി? അതിൻ്റെ ഉത്തരം ബന്ധങ്ങളാണ്. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു കല്യാണം കൂടാൻ പോയപ്പോൾ നമുക്ക് ഏറ്റവും ഓക്വേർഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ അറിയാതിരിക്കുന്നതല്ല, ആൾക്കാർ നമ്മളെ പകുതി റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ മുതൽ പലയിടത്തേക്കും നോക്കും, പല രീതിയിൽ ആൾക്കാർ സ്കാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ്റെ പേര് മാത്യു എന്നാണ്. അപ്പൊ ആ ചേട്ടൻ അപ്പം എനിക്ക് സംശയം, ഈ ചേട്ടനെ എനിക്ക് അറിയുവോ പല റിലേറ്റീവ്സിനും നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പിന്നെ നമുക്കറിയില്ല. അപ്പം ചില നമ്മൾ ചോദിക്കുക എന്നാൽ അപ്പോൾ ആരാന്ന് പറയാം. അപ്പം അങ്ങനെ ആരെങ്കിലും എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ? അപ്പോൾ പറഞ്ഞു ഫ്ലവേഴ്സ് ചെയ്യുന്ന ആളല്ലേ. അപ്പം ഭയങ്കര സന്തോഷം കണ്ടതിൽ. കാരണം ആ ഒരു ക്ലിപ്പ് ഞാൻ എൻ്റെ മക്കൾക്ക് 3 പേർക്കും അയച്ചു കൊടുത്തു. അങ്ങനെ അത് അയച്ചു കൊടുത്തിട്ട് ആണ് പിന്നെ അടുത്ത തവണ ഞങ്ങൾ
പല തവണയും ഗെറ്റ് ടുഗദേഴ്സ് മാറ്റി വെച്ചിട്ട് അവർ ഗെറ്റ് ടുഗദറിന് വരാൻ ഒരു ഒരു വില്ലിങ്നെസ് കാണിച്ചത്. കാരണം ആ ബന്ധങ്ങളെ കുറിച്ചുള്ള ആ കോട്ട് ആ കുടുംബത്തിലൊരു ചെറിയ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. ക്യാൻസർ വരാത്ത ആൾക്കാരും നമ്മളെ കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട്. അതെ 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 അതെ. അതുപോലെ പിന്നെ രണ്ടാമത് വൈറലായ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഡൈ എം ടി എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലം, സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങളോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ രത്നഖനികളോ അല്ല, സെമിത്തേരികളാണ്. കാരണം ഏറ്റവും മികച്ച ആശയങ്ങളും മനസ്സ് മുഴുവൻ സ്നേഹവും വെച്ചിട്ട് അത് പ്രകടിപ്പിക്കാതെ പറയാതെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ സ്ഥലമാണ് ഏറ്റവും സമ്പന്നമായ സ്ഥലം. അപ്പോൾ നമ്മളെല്ലാവരും ശൂന്യരായിട്ട് മരിക്കണമെന്നാണ്. എല്ലാം ആഗ്രഹമുള്ളതെല്ലാം ചെയ്തും പറയാനുള്ളതെല്ലാം പറഞ്ഞും എല്ലാം മരിക്കണമെന്നുള്ളൊരു സന്ദേശമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് ആ ഒരു വാട്സാപ്പ് ആ ഒരു ക്ലിപ്പ് ഒരുപാട് കുട്ടികളുടെ വാട്സാപ്പ്, എൻ്റെ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് കണ്ടു. പിന്നെ എൻ്റെ ഓഫീസിലെ ഒരു വർക്ക് ചെയ്യുന്നൊരു ലേഡി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ ആ വീഡിയോ എൻ്റെ മോൻ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിനക്കിത് ആരാന്നറിയോ? എനിക്കറിയില്ല ആരാന്ന്, ഇത് എൻ്റെ സാറാണെന്ന് പറഞ്ഞു. അതെ 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 അതെ. അപ്പോൾ നമ്മളിലൂടെ ഞാൻ ഇൻസ്പയർഡ് ആവുമെന്ന് പറയില്ല, പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം, ഒരു വെളിച്ചം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതെ. പിന്നീട് ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കർ അല്ലേ, സാറിനോട് വർത്താനം പറയുമ്പോൾ തന്നെ അറിയാം പ്രൊഫഷണൽ സ്പീക്കർ. ആ ഒരു വഴിയിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ പറയുമല്ലോ, ഈ ഞാനും ഇച്ചായും തമ്മിൽ സംസാരിക്കുമ്പോൾ കുലത്തൊഴിലിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയും. കാരണം നമ്മൾ ജനിച്ചു വീഴുന്നത്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഒരു പ്രൊഫഷനിൽ വരുമ്പോൾ പണ്ട് മുതലേ കണ്ടും കേട്ടുമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ലൈക്ക് എ ഫിഷ് ടു വാട്ടർ എന്ന് പറയില്ലേ, അതുപോലെ എൻ്റെ ഫാദർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പീക്കറാണ്, പ്രൊഫസറാണ്, ട്രെയിനറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഐ വാസ് ഇൻ ടു സ്പീക്കിംഗ് ആൻഡ് ട്രെയിനിങ് ലൈക്ക് എ ഫിഷ് ടു വാട്ടർ. അപ്പം അത്രയും സിമ്പിളായിട്ടാണ് എന്നത്. പിന്നെ ഈ പറഞ്ഞ നമുക്കുണ്ടാവുന്ന പ്രതിസന്ധികൾ, അത് ഈ ബ്രെയിലി കണ്ടുപിടിച്ചത് ലൂയിസ് ബ്രെയിലിയാണ്. ആ ലൂയിസ് ബ്രെയിലിയുടെ കാഴ്ച നഷ്ടപ്പെട്ടത് ഈ തുന്നാൻ ഉപയോഗിക്കുന്ന വലിയ സൂചി കണ്ണിൽ കൊണ്ടിട്ടാണ്. അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. പക്ഷേ അദ്ദേഹം ഈ ബ്രെയിലി എന്നുള്ള കോൺസെപ്റ്റ് കണ്ടുപിടിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത് ഈ പറഞ്ഞ ആ ആണി വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെടുത്തിയ അതേ ആ ഒരു എക്യുപ്മെൻ്റ് കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരുത്താൻ അദ്ദേഹം അത് തന്നെ ഉപയോഗിച്ച് അതൊരു കാരണമാക്കി. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളാണ് ആ എക്സ്പീരിയൻസസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ഫുൾ ഔട്ട് ഗോയിങ് ആളാണ്. അപ്പോൾ വായനയില്ലാണ്. പക്ഷെ ഈ 3 വർഷം ഞാൻ ഈ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതെ അതെ അതെ, വായിച്ച് തകർത്തു. അങ്ങനെ വായിച്ചതാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, റോഡ് ലെസ് ട്രാവൽഡ് ബൈ സ്കോട്ട് പെക്ക്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആദ്യ വാചകം ഇതാണ്: ലൈഫ് ഈസ് ഡിഫിക്കൽട്ട്. അദ്ദേഹം എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്, ജീവിതം വളരെ എളുപ്പമുള്ളതാവണമെന്നുള്ള നമ്മുടെ ധാരണയാണ് എല്ലാ വേദനകൾക്കും കാരണം. ജീവിതം ബുദ്ധിമുട്ടാണ്. ആൻഡ് ദർ ഈസ് പെയിനെ നമ്മളെല്ലാവരും ഒരു മോശം കാര്യമായിട്ടാണ് കരുതുന്നത്. ആൻഡ് വി ആർ റണ്ണിങ് എവേ ഫ്രം പെയിൻ. ബട്ട് ലെജിറ്റിമേറ്റ് പെയിൻ, നമ്മൾ അനുഭവിക്കേണ്ടതായൊരു പെയിൻ, അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ വി എൻഡ് അപ്പ് ഇൻ മോർ പെയിൻ. നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പെയിൻ ഉണ്ട്. പിന്നെ നമ്മൾ
എന്താണ് ഡയറ്റ് ചെയ്യുന്നു, അതിനൊരു പെയിൻ ഉണ്ട്. അപ്പൊ ആ പെയിൻ എടുത്തില്ലെങ്കിൽ വി എൻഡ് അപ്പ് ഇൻ മോർ പെയിൻ. സത്യം. അതെ. അതുപോലെ പഠിക്കേണ്ട സമയത്ത് ലേൺ ചെയ്യേണ്ട സമയത്ത് അതൊരു സ്ട്രെസ്സാണ്, ഒരു പെയിനാണ്. പക്ഷെ ആ പെയിൻ എടുത്തില്ലെങ്കിൽ വി എൻഡ് അപ്പ് ഇൻ മോർ പെയിൻ. അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ സോ പെയിൻ ഈസ് സംതിങ് ഗുഡ്. അത് വേറെ എനിക്കിഷ്ടമുള്ളൊരു കോട്ടാണ്. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ഹർട്ട്സ് ഇൻസ്ട്രക്ട്സ്. കാരണം പെയിൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ നമ്മൾ അറിയില്ല, ഇറ്റ് ക്യാൻ ബി ഫാറ്റൽ. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു മെക്കാനിസമാണ്. കാരണം യു ഹാവ് ടു ഫോക്കസ് ദെയർ, യു ഹാവ് ടു അറ്റൻഡ് ദെയർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നെല്ലാം നോക്കുന്നത് അത് ഭയങ്കര പണിയാണ്, സ്ട്രെയിനാണ്. അതെ, പക്ഷേ അതിലൂടെ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ അതെല്ലാം ഒഴിവാക്കിയാൽ യു വിൽ എൻഡ് അപ്പ് ഇൻ മോർ സ്ട്രെസ്, മോർ പെയിൻ ആൻഡ് മോർ ഡിസ്ട്രെസ്. അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആ ബുക്കിൽ നിന്നുള്ളത്. അപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ ബുക്ക് അതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ കല്യാണം കഴിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അതെ, ഞാൻ കല്യാണത്തിലേക്ക് വരുമായിരുന്നു കേട്ടോ. അതെ, പറഞ്ഞത്. അല്ല, എന്നിട്ട് അന്ന് മുതൽ ഞാൻ സ്കോട്ട് പെക്കിലെ നോക്കി നടക്കുകയാണ്. എന്നാലും എന്നോട് ചെയ്യണ്ടായിരുന്നു. ബെസ്റ്റ് ഹാഫ്, ബെറ്റർ ഹാഫ്, ലിസ ജോർജ്. ലിസ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് TCS-ല്. ലിസയുടെ കാര്യവും ഒരു വലിയ നിയോഗം പോലെയാണ് വന്നത്. കാരണം ഞാൻ ആകെ ഒരാളെ മാത്രമേ പെണ്ണ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ലിസ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ ലിസയുടെ ജീവിതത്തിലെ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ ചാവറയിൽ അവരുടെ പ്രൊഫൈൽ എക്സ്പയർ ആവുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് എൻ്റെ റിക്വസ്റ്റ് വന്നത്. അപ്പോൾ അത് ഒരു വർഷത്തെ എഫേർട്ടിന് ശേഷം നടന്നില്ലെങ്കിൽ ഓൺ സൈറ്റ് കിട്ടി US പോകാൻ അപ്പോൾ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് വന്ന ലാസ്റ്റ് അല്ലേന്ന് വിചാരിച്ച് കുറേ എണ്ണം ആക്സെപ്റ്റ് ചെയ്താൽ ഇത് കൂടി ആക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ പെട്ടതാണ്. അപ്പോൾ ഇതിലേക്കും വന്നപ്പോൾ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ആദ്യം ഞങ്ങൾ എല്ലാവരും കൂടി കാണാൻ പോയി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വളരെ ഒബ്വിയസ് ആയിട്ട് അറിയാമായിരുന്നു, അവരന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും. അവരന്വേഷിക്കുമല്ലോ. അതെ അതെ. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ അഗെയിൻ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും വരുന്ന ആൾ അപ്പച്ച ആണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഈ പറഞ്ഞ എല്ലാ റിപ്പോർട്ടുമായിട്ട് അവർക്ക് ലിസയുടെ ഫാദർ മരിച്ചു പോയതായിരുന്നു. അപ്പോൾ ലിസയുടെ ഗ്രാൻഡ് ഫാദർ അച്ചാച്ചനായിരുന്നു ഇതിൻ്റെ ലീഡ് എടുത്തിരുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ അടുത്ത് പോയിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചു. അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞു, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങളിത് വേണ്ടാന്ന് വെക്കാൻ ഇരിക്കുകയായിരുന്നു, കാരണം ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അച്ചാച്ചൻ്റെ അടുത്ത് ഗംഗാര സാറിൻ്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സാറിനെ നേരിട്ട് വിളിച്ചു ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ സാറിനെ വിളിച്ചപ്പോൾ ഗംഗാര സാർ പറഞ്ഞ വാക്ക് ഇതാണ്: എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ മനുവിന് കെട്ടിച്ചു കൊടുത്തേനെ. കാരണം ക്യാൻസർ വന്നിട്ട് മാറിയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളെ പോലെയും മാത്രമേ ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഒന്നും കേൾക്കുന്നവർക്ക് ഒരു ഭയങ്കര നല്ല അറിവാട്ടോ. കാരണം എല്ലാവരുടെയും ഒരു ധാരണ എന്ന് വെച്ചാൽ സെക്കൻഡറി വരാനുള്ള ചാൻസസ് ഹൈ ആണ്. അതെ, അല്ല, ഒബ്വിയസ്ലി അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 1 year ആണ് അതിന്റെ ഒരു റിലാപ്സ് എന്നുള്ളത്. പക്ഷെ വന്നിട്ടൊരു 4-5 വർഷം അല്ലെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞാൽ ജസ്റ്റ് എനി അതർ പേഴ്സൺ എന്നുള്ള പോലെയാണ് വരുന്നത്. അപ്പോൾ അതിനൊരു അങ്ങനെ ഒരു ചോദ്യമേ വരേണ്ട കാര്യമില്ല അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഡോക്ടർ പറഞ്ഞു. എന്നിട്ടും ഒരു 2 ആഴ്ചയായിട്ടും അവിടുന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല. അപ്പോൾ ശരിക്കും സംഭവിച്ചതാണ്, ഞങ്ങൾ എനിക്കിത് മതി എന്നുള്ളൊരു താല്പര്യമായിരുന്നു. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഇത് നടക്കണമെന്നുള്ള ഒരു രീതിയിൽ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട സമയത്തൊക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അതെ അതെ, എല്ലാം ഇടപെട്ടിട്ടുണ്ട്. അതെ 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 അതെ, കർത്താവ് അങ്ങനെയാണ്, കറക്റ്റ് സമയത്തേ വരുള്ളൂ. അതെ അതെ. ചേച്ചി എന്താ പറയുന്നത്? അല്ല, എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ ഉള്ള എല്ലാ കുറവുകളും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്
ബ്ലെൻഡ് ആണെന്ന് അറിയാം. നമ്മളിലുള്ള എല്ലാ കുറവുകളും നിർത്തുന്ന ആളാണ്. അതെ. അപ്പൊ എന്നിലുള്ള മടിയും എന്നിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം മാറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ചേച്ചി ക്യാൻസറിനെ പറ്റി ചോദിക്കുവോ? അങ്ങനെ ഇല്ല, ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ആൾക്ക് താല്പര്യമില്ല. ഇല്ല. എന്റെ ആ എപ്പിസോഡിനെ കുറിച്ചേ അറിയില്ല. ഇതുവരെ അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഷെയറിങ്ങും ആളുമായിട്ട് നടന്നിട്ടില്ല. മക്കളുടെ കാര്യം? മക്കള് 2 മക്കളാണ്. സാറ എലിസബത്ത് മനു 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നൈപുണ്യ സ്കൂൾ കാക്കനാട്. പിന്നെ രണ്ടാമത്തേത് ഹന്ന ആൻഡ് മനു നൈപുണ്യയില് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇപ്പൊ മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ ഞാനത് ചോദിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. ഒരു പേരന്റ് ആവുമ്പോഴേ ഉള്ളൂ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലുള്ളൂ. എൻ്റെ മകൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടോ ഒന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പൊ ഞാൻ എല്ലാം കൂടെ കൂട്ടി ചോദിക്കാം. ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഒരു ടീച്ചറാണ്, ടീച്ചർ നല്ല അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഇഷ്ടം പോലെ പിള്ളേരെ കാണുന്നു. അപ്പോൾ എല്ലായിടത്തു നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് ഒക്കെ മക്കളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. മക്കളിലേക്ക് അങ്ങനെയല്ല, ഞാൻ ആസ് എ പേരന്റ് മനസ്സിൽ വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം. ഈ വിരൽ വെച്ച് വിരലെടുത്ത് എന്നിട്ട് അതെ എന്നിട്ട് താടിയിലും തൊട്ടെ. അതെ. അപ്പോൾ ഇതുപോലെയാണ് കുട്ടികൾ. നമ്മൾ പറയുന്നതല്ല അവർ ചെയ്യുക, നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുക. സോ കിഡ്സ് വിൽ ഡു വാട്ട് വി ഡു, നോട്ട് വാട്ട് വി ടെൽ ദം ടു ഡു. ഇപ്പം നമ്മളായിരിക്കണം അവരുടെ ഏറ്റവും വലിയ റോൾ മോഡൽസ്. അപ്പോൾ എപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നം ഇതാണ്. കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പറയും, കുട്ടികൾ എപ്പോഴും TV കാണുക എന്ന് പറയും. പക്ഷേ നമ്മൾ വായിക്കാതെ, നമ്മൾ എന്താണ് ഫോൺ മാറ്റി വെക്കാതെ അവരോട് ചെയ്യാൻ പറയുന്നത് ഏറ്റവും വലിയൊരു ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം നമ്മൾ എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ പിള്ളേർ ഫോൺ നോക്കാൻ പാടില്ല. അതെ. അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ യു ഹാവ് ടു വാക്ക് ദ ടോക്ക്, യു ഹാവ് ടു പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. അത് എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരു ചെറിയ ഒരു സിറ്റുവേഷനാണ്. ഒരു അച്ഛനും മകനും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അച്ഛൻ തിരിഞ്ഞു നോക്കി മകനോട് പറഞ്ഞു, മോനെ നിൻ്റെ ചുവടുകൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു, മറിഞ്ഞു വീഴാൻ സാധ്യതയാണെന്ന് പറഞ്ഞു. അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ്റെ ചുവടുകൾ ശ്രദ്ധിച്ചാൽ മതി, കാരണം ഞാൻ അച്ഛൻ്റെ ചുവടുകൾ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുവടുകൾ ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി, കാരണം നമ്മുടെ പുറകെയാണ് നമ്മുടെ കുട്ടികൾ വരുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ നല്ല റോൾ മോഡലാകുക, നമ്മുടെ ചുവടുകൾ മറ്റുള്ളവർക്ക് പിന്തുടരാൻ ഉതകുന്ന രീതിയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എപ്പോഴും നമ്മൾ മക്കൾക്ക് എന്ത് നൽകണം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ പറയും, നമ്മൾ എപ്പോഴും എന്ത് നൽകരുത് എന്നതിനെ കൂടി ചിന്തിക്കണം. കാരണം സൈക്കോളജിയിലെ വെരി ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, വി ആർ ദ വിക്ടിംസ് ഓഫ് ദ വിക്ടിംസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് വിക്ടിംസ് ആയിരുന്നു. അവർക്ക് അവരുടെ പേരൻസിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഭയങ്ങളും ഒരുപാട് അരക്ഷിതാവസ്ഥയും ഒക്കെ ഉണ്ട്. അത് അതേപടി നമ്മളിലേക്ക് തന്നു, നമ്മളത് അതേപടി മക്കളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ആവശ്യമുള്ളത് മാത്രം മക്കൾക്ക് കൊടുത്തിട്ട് മറ്റേത് നമ്മളിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നതാണ് മക്കളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. സോ ഡോണ്ട് മേക്ക് ദം വിക്ടിംസ് ഓഫ് ദ വിക്ടിംസ് ആണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി ഒരു ഗ്രൂപ്പ് ഡാൻസിൽ സ്റ്റേജിൽ നിൽക്കുന്നു. അപ്പോൾ ആ കുട്ടി ആരെയോ തിരയുകയാണ്. അപ്പോൾ തിരഞ്ഞ് ആരെയോ കണ്ടു കഴിയുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന സന്തോഷം, അതാണ് ആ വീഡിയോയുടെ ഹൈലൈറ്റ്. അപ്പോൾ ആ കുട്ടി കണ്ടത് ആ കുട്ടിയുടെ പേരൻസിനെയാണ്. എന്നിട്ട് അതിന് ശേഷം ഞാനത് കൂട്ടിച്ചേർക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ഏറ്റവും ആവശ്യം നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങളല്ല, നമ്മുടെ സാമീപ്യമാണ്, നമ്മുടെ പ്രസൻസ് ആണ്. ദേ ഡോണ്ട് വാണ്ട് അവർ പ്രസൻസ്, ബട്ട് ദേ വാണ്ട് അവർ പ്രസൻസ് എന്നുള്ളത്. അപ്പോൾ സൈക്കോളജിയിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 സമയങ്ങളിലാണ് നമ്മൾ മക്കളെ ടച്ച് ചെയ്യുകയും നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത്. എഴുന്നേൽക്കുന്ന സമയവും കിടന്നുറങ്ങാൻ പോകുന്ന സമയവും. അപ്പോൾ അതുപോലെ 8 തവണയെങ്കിലും മക്കളെ ടച്ച് ചെയ്യുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫീൽ ചെയ്യണം.
അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അവർക്ക് നടക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ ചുവടുകൾ ശ്രദ്ധിക്കുക. ഡോണ്ട് മേക്ക് ദം വിക്ടിംസ് ഓഫ് ദ വിക്ടിംസ്. ആൻഡ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ എക്സാമ്പിള് നമ്മുടെ പ്രസൻസ് ആണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രസന്റ്. അതെ, I hope Sarah and Elsa are Hannah അതെ, വെരി ഫോർച്ചുനേറ്റ്. അല്ലെ, ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഒരു പേരന്റ് ആണ്. അതെ, ഇത് ഭാര്യയും കൂടി സമ്മതിക്കണം. കമ്മിങ് ബാക്ക്, നമ്മളിപ്പം ക്യാൻസറിന്റെ ഒരു ഫേസിൽ, ആദ്യത്തെ ഫേസിലൊക്കെ ആൾക്കാർ നമ്മളെ നോക്കി സിമ്പത്തറ്റിക് ആവുന്നതും ഒക്കെ ആയിരുന്നു അല്ലെ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ അതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ആൾക്കാരുടെ റെസ്പോൺസിന്റെ? ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള 8 പേർ എന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുന്നോ, നമുക്ക് അതിനപ്പുറമുള്ള 8 ബില്യൺ ആളുകളിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ നിമിഷം മരിച്ചു വീണാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഈ പറയുന്ന ആളുകൾ അടുത്ത 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു 10 ബന്ധുക്കളിലേക്ക് നമ്മുടെ വിയോഗത്തിന്റെ വിഷമം ഒതുങ്ങും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് എൻ്റെ ജീവിതം മൊത്തം എന്തിനു ഞാൻ പറയണം? 2 ദിവസം മാത്രം എന്നെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാത്തവരെ കുറിച്ച് ഞാൻ എന്തൊരു ജീവിതകാലം മൊത്തം ചിന്തിക്കണം? അപ്പൊ ആ ഒരു മാറ്റമാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ആൾക്കാർക്കൊക്കെ ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ ബേസിക്കലി ഹ്യൂമൻ നേച്ചർ ഒരിക്കലും മാറത്തില്ല. ഇപ്പോ എത്ര ആൾക്കാർ അഡ്വാൻസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞാലും അല്ലേ? അതെ 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 അതെ. അപ്പോൾ എത്രയാണെങ്കിലും നമുക്ക് കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയെ കാണുമ്പോൾ കല്യാണമൊന്നും ആയില്ലേ, അല്ലെങ്കിൽ ജോലിയൊന്നും ആയില്ലേ, അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ട് എത്രയുണ്ട് മാർക്ക് എന്ന് ചോദിക്കാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. അവർക്കത് ഇഷ്ടപ്പെടില്ല എന്ന് അറിയുമെങ്കിലും. അതെ, ശരി ചേട്ടാ. അന്നൊക്കെ ഫ്രണ്ട്സിന്റെ, കാരണം നമുക്ക് അന്ന് ഫ്രണ്ട്സുമായിട്ട് ഏറ്റവും അടിച്ചു ഒളിച്ച് നിൽക്കുന്ന സമയമാണല്ലോ, നമുക്ക് ബെസ്റ്റ് ബഡീസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു എഞ്ചിനീയറിംഗ് സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറിഞ്ഞപ്പോ ഫ്രണ്ട്സിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യം കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ഒരു ഷോക്ക് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട്സിനെ ആരെയും കണ്ടിട്ടില്ല. നമ്മൾ അവിടുന്ന് പോന്നേ പിന്നെ കോണ്ടാക്ട്, അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനുശേഷം കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഒരു ഫ്രണ്ടിൻ്റെ കാര്യം മാത്രമാണ്, ക്രിസ്റ്റഫർ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ക്രിസ്റ്റഫറിനെ കാണാതെ തിരിച്ചു വരാറില്ല. ഇപ്പോഴും ഇന്നലെയും എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത ആളാണ് ക്രിസ്റ്റഫർ. അപ്പോൾ ക്രിസ്റ്റഫർ ആണ് എനിക്ക് ഒരു വലിയ ലെറ്റർ, ഒരു 4 പേജുള്ളൊരു ലെറ്റർ ക്രിസ്റ്റഫർ എനിക്ക് എഴുതി കൊണ്ടുവന്നു. അപ്പോൾ ആ ലെറ്ററിൽ മൊത്തം എഴുതിയിരുന്നത് ജീസസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്ക് ഫെയ്ത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുക, അപ്പോൾ ജീസസ് യൂത്തിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്ന ആളായിരുന്നു ക്രിസ്റ്റഫർ. അപ്പോൾ എങ്ങനെയാണ് ഉറച്ചു നിൽക്കാൻ പറ്റുക, അതിലൂടെ അപ്പോൾ എനിക്ക് വേണ്ട ഊർജം മൊത്തം ആ കത്തിലുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ ആ ഒരു കത്ത് ഞാൻ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ക്രിസ്റ്റഫർ ഉറപ്പായിട്ടും അല്ലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാനൊക്കെ ഇച്ചിരി ഒരു മോട്ടിവേഷൻ. അതെ അതെ, അല്ല കാരണം ഞാൻ എനിക്ക് ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ ജീസസ് യൂത്തിലോട്ട് വരണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട്, അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെ, നമുക്ക് ഈ ACBD എന്നൊക്കെ കാലഘട്ടത്തെ തിരിക്കുന്ന പോലെ, ബിഫോർ ക്യാൻസർ ആൻഡ് ആഫ്റ്റർ ക്യാൻസർ, who was Manu and now who is Manu? ഓക്കെ, വളരെ ലളിതമായി പറഞ്ഞാൽ എനിക്ക് സന്തോഷത്തിൻ്റെ നിർവചനം പഠിപ്പിച്ച് തന്ന ഒരു സംഭവമാണ് ക്യാൻസർ. ആ നിർവചനം ഇത്രയായിരുന്നു: ഉള്ളത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ വില മനസ്സിലാക്കുന്നതാണ് സന്തോഷം എന്നുള്ളത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ആരോഗ്യം അത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്കതിൻ്റെ വില മനസ്സിലാവുക. ബന്ധങ്ങൾ, ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയതിന് ശേഷമാണ് നമ്മൾ അയാളുടെ വില മനസ്സിലാക്കുക. അപ്പോൾ ഉള്ളത് ഉള്ളപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നതാണ് സന്തോഷം. അത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെയും ലേക്ക് ഷോറിലിടയ്ക്ക്
പോകുമായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടതാണ് പ്രണവ് എന്ന് പറഞ്ഞൊരു കുട്ടി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർത്താനം പറയും, കളിക്കും. അവന് 8 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അപ്പം ഞാൻ കാറിൽ കയറി ഞങ്ങളൊരു ഡ്രൈവൊക്കെ നടത്തി തിരിച്ചു വരും. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോവായിരുന്നു. പക്ഷേ പ്രണവ് ഒരു ഞങ്ങൾ പരിചയപ്പെട്ടൊരു 3-4 മന്ത്സിനുള്ളിൽ മരിച്ചുപോയി. അതുപോലെ വേറൊരു കുട്ടി എഡ്വിൻ 9th പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ എഡ്വിനെ ഞാൻ വീട്ടിൽ ചെന്നായിരുന്നു കാണുന്നത്, ഹോസ്പിറ്റലല്ല. അപ്പോൾ എഡ്വിനാണെങ്കിൽ ഭയങ്കര അതെ ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്ക് കണക്ട് ചെയ്ത് തരും. അപ്പോൾ ഇന്ന ആൾക്കാർ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പോയി സംസാരിക്കുകയും ഭയങ്കര പഠിക്കാൻ ആഗ്രഹവും, ഇവ 10th കഴിഞ്ഞിട്ട് എവിടെ ജോയിൻ ചെയ്യണം, ഏത് സ്കൂളിൽ ജോയിൻ ചെയ്യണം, ഏത് കോഴ്സ് എടുക്കണം, കോമേഴ്സ് എടുക്കണോ സയൻസ് എടുക്കണോ, ഭയങ്കര പാഷനേറ്റ് ആയിട്ടൊരു പയ്യനായിരുന്നു. അപ്പോൾ ഡിറ്റർമൈൻഡ് ആയിട്ടൊരു പയ്യനായിരുന്നു. അപ്പോൾ ഞാൻ കുറേ സംസാരിച്ചു, 2 തവണ പോയി. എന്നിട്ട് ഒരു മാസത്തിന് ശേഷം പിന്നെ പെട്ടെന്ന് ഞാൻ എന്തോ തിരക്കിനിടയിൽ പെട്ടിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ആൻറ്റിയെ ഫോൺ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എഡ്വിൻ ഇങ്ങനെ വീണ്ടും കൂടി അഡ്മിറ്റായി, പക്ഷേ കുഴപ്പമില്ലായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ആൻറ്റി എടുത്തപ്പോൾ ആൻറ്റി ചോദിച്ചു, മനു വിശേഷങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ എഡ്വിൻ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു എഡ്വിൻ 2 ആഴ്ച മുമ്പ് മരിച്ചുപോയെന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര ഒരു മൊമെന്റ് അല്ലേ അത്. എന്നുവെച്ചാൽ അവരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല, നമ്മൾക്കത് ഉൾക്കൊള്ളാൻ. അല്ലേ, ഞാനത് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും അറിയില്ല. ആ ഒരു 2 മിനിറ്റ് ഞാനത് ഫോൺ വെച്ചു എന്ന് എനിക്കറിയാം, പക്ഷെ ആൻറ്റിയോട് എന്ത് പറഞ്ഞെന്നോ റെസ്പോണ്ട് ചെയ്തതെന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ ഒരു ചേച്ചി, ക്ഷമ എന്ന് പറഞ്ഞൊരു ചേച്ചി, ആ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ കാണാൻ പോയപ്പോൾ ആ ചേച്ചിക്ക് 2 കൊച്ചു കുട്ടികളുണ്ട്. അപ്പോൾ ഈ പിള്ളേർ അതിലെ കൂടെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്ക് പണ്ട് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇവരിങ്ങനെ ഇവിടെ മൊത്തം വൃത്തികേടാക്കിയിരിക്കുന്നല്ലോ, ഇവരുടെ ഡ്രസ്സൊക്കെ അലക്കണമല്ലോ, പക്ഷെ ഇപ്പോൾ എൻ്റെ ആഗ്രഹം ഇവരുടെ അലക്കുന്ന മുഷിഞ്ഞ തുണി ഒന്ന് കൊതിതീരെ അലക്കാൻ പറ്റണേ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. ഇവരിങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കൊതിതീരെ കാണാൻ എനിക്ക് പറ്റണേ എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ആ ചേച്ചി 2 ആഴ്ച കഴിഞ്ഞ് മരിച്ചുപോയി. ഈ അടുത്ത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എൻ്റെ ക്ലാസ്മേറ്റ്, എഞ്ചിനീയറിംഗിലുണ്ടായിരുന്ന എൻ്റെ ഒരു ക്ലാസ്മേറ്റ് രചന. അപ്പോൾ രചനയ്ക്കും ക്യാൻസറായിരുന്നു. അപ്പോൾ എന്നെ ഉണ്ടായിരുന്നു, US-ലായിരുന്നു. എന്നെ ഒരു 1 ഇയർ മുമ്പ് വിളിച്ച് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗാധര സാറിനെ വിളിച്ച് എൻ്റെ ഒപ്പീനിയനൊക്കെ എടുത്ത് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഇത് അധികരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജൊക്കെ അയക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരാഴ്ച മെസ്സേജ് കിട്ടാൻ ആ ഗ്യാപ്പിന് മുമ്പ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞു, വേഴ്സ്റ്റ് ആണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുക്കുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ ആൾ അൺകോൺഷ്യസ് ആയി എന്ന് പറഞ്ഞു. പിന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു, അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചപ്പം എനിക്കും സങ്കടം തോന്നി. കാരണം 2 കൊച്ചുകുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്. കാരണം അതെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഇൻ വൺ വേ ഓർ അനദർ ലിവിങ് സംബഡി എൽസസ് ഡ്രീം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ഒരാൾ ഒരു ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ താഴെ ഒരു ഫെറാരി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അത് നോക്കി പറയാം, എനിക്കൊരു ഹെലികോപ്റ്റർ കിട്ടിയിരിക്കുന്നത് നല്ലതായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് ഒരു BMW ഇരിക്കുന്ന ആൾ പറയുന്നത് എനിക്കൊരു ഫെറാരി ഉണ്ടായിരിക്കുന്നത് നല്ലതായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് ഒരു സാധാരണ പുതിയൊരു കാറിലിരിക്കുന്ന ആൾ പറഞ്ഞ് എനിക്കൊരു BMW ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ തൊട്ടടുത്തൊരു കാറിലിരുന്ന് എനിക്കൊരു പുതിയ കാറുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ബൈക്കുകാരൻ എനിക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അപ്പുറത്തുള്ള സൈക്കിളുകാരൻ എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ റോഡിൽ നടക്കുന്ന ഒരാൾ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം അവിടെ വീടിൻ്റെ മുകളിൽ വീൽ ചെയറിലിരിക്കുന്ന ആൾ എനിക്ക് അയാളെ പോലെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ. സോ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ അറിവും എല്ലാം
ആരുടെയൊക്കെയോ സ്വപ്നങ്ങളാണ്. അപ്പം വി ആർ ലിവിങ് സംബഡി എൽസസ് ഡ്രീം ഈച്ച് മൊമെന്റ്. അപ്പോൾ ആ റിയലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകാൻ പറ്റും.